നീ ഇന്ന് പാല് കുടിക്കണ്ട, ഇത് കഴിച്ചാ മതി. എന്നും ഒരു പാല് കുടി. എനിക്ക് എന്റെ അടുത്ത് അത്ര സ്നേഹമൊന്നുമില്ല, ചുമ്മാ പറഞ്ഞല്ലേ. എന്തിങ്ങനെ നോക്കണ? പുല്ല് തരുന്ന ഞാനും പാല് കൊടുക്കണ അവക്കും. വലിയ പുത്രി സ്നേഹം നോക്കണ്ട. ഇവന്മാരോട് എത്ര തവണ പറഞ്ഞേക്കുന്നു ഇവിടെ പത്രം കൊണ്ട് എറിയല്ലെന്ന്. നാളെ ഇങ്ങോട്ട് വരട്ടെ. അച്ഛാ, ഇതാ പത്രം വന്നേക്കുന്നു. ആരോട് പറയാ, ആര് കേൾക്ക. ഗൗരി, ദേ ഇങ്ങ് വന്നേ. ഇതൊക്കെ എത്ര പറഞ്ഞാലും കേൾക്കൂല. എന്താ? ഒരു ചായ കിട്ടിയാ കൊള്ളായിരുന്നു. അപ്പൊ ഇതെന്താ? അത് കട്ടൻ ചായയല്ലേ, ഒരു പാൽ ചായ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എല്ലാത്തിനും ഞാൻ ചായ ഇട്ട് തരണുണ്ട്. ഇതായിരിക്കും അവസാനത്തെ ചായ കൂടി, നോക്കിക്കോ. ഓ, രാവിലെ തുടങ്ങും. 3 പേരുള്ള വീടാണ്, പക്ഷെ 3000 പേർക്കുള്ള ജോലിയുണ്ട് ഇവിടെ. ഇതാരോ തുറന്നിട്ടത്? ഞാൻ തന്നെയാണല്ലോ. ഈ ജോലിയൊക്കെ വല്ല ഹോട്ടലിൽ പോയി ഞാൻ ചെയ്തിരുന്നേല് ഞാൻ വല്ല ലക്ഷപ്രഭുവായെന്നെ. ലക്ഷപ്രഭുവായില്ലേലും ജീവിക്കാനുള്ള വരുമാനം ഒന്നും കിട്ടിയെന്നെ ദൈവം. അല്ല, ഞാൻ ഇതൊക്കെ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു മനസ്സമാധാനം. ഇവിടെ ഉള്ള രണ്ടിനൊരു വിചാരമുണ്ട്, ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു, ഈ ദോഷം മറച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോവും, ഞാൻ എന്തായാലും പോവും. ഞാൻ പോയാലേ ഇവരൊക്കെ എന്റെ വില മനസ്സിലാക്കൂ. അപ്പൊ ഈ ഗൗരി ആരെന്ന് ഇവരൊക്കെ മനസ്സിലാക്കും, നോക്കും. അല്ലെങ്കിൽ വേണ്ട, വെള്ളം കളഞ്ഞിട്ട് പോവാം. അമ്മേ, ഇതൊക്കെ ഒതുക്കി തീർത്തിട്ട് ഞാൻ എപ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനാ? എന്റെ ജീവിതം ഫുള്ള് ഈ അടുക്കളയിലുള്ളിൽ തന്നെ. അയ്യോ, എന്റെ സാമ്പാർ. നീ എണീക്കുന്നില്ലേ? ഫാനും ഇട്ട് സുഖിച്ചു കിടന്ന് ഉറങ്ങായിരിക്കും. ഇന്ന് എണീക്കടാ. നല്ല സുഖമുണ്ടല്ലേ? ഇന്റർവ്യൂവിന് പോണ്ടാണ്. മൂട്ടിൽ വെയിലടിക്കുന്നവരവൻ കിടന്ന് ഉറങ്ങണ്. എന്താടി? അല്ല, സാറിന് എണീക്കാനൊന്നും പ്ലാൻ ഇല്ലേ? എടി, ഇന്നലെ നീ കറിക്ക് അരിഞ്ഞപ്പം നിന്റെ കൈ മുറിഞ്ഞതിന് നീ എന്നെ പിച്ചാത്തിക്ക് അടിച്ചു. കഴിഞ്ഞ ദിവസം നിനക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. മിക്സിയിൽ മാവാട്ടിയപ്പം നിന്റെ കുഞ്ചു വിരല് ഷോക്ക് അടിച്ചതിന് നീ എന്നെ ജാറിനാണ് എറിഞ്ഞത്. ഇന്നിപ്പോ എന്താ ഉണ്ടായേ? പിന്നെ കുക്കറി പിടിച്ച കൈ പൊള്ളൂലേ? അത് ശരി. അപ്പൊ നാളെ തേങ്ങ തരുമ്പോ അതുവല്ലോ കയറി നിന്റെ കൈ മുറിഞ്ഞ നീ എന്നെ ചിറകിക്കടിക്കില്ലെന്ന് എന്താടി ഉറപ്പ്? ചിലപ്പോ ചെയ്തെന്ന് വരും. നിന്റെ കൈ പൊള്ളാൻ വീണ്ടും ചാൻസ് ഉണ്ട് മോളെ. അതെന്ത്? അച്ഛൻ ചായ ചോദിച്ചല്ലേ? അയ്യോ, ചായ! അമ്മേ, എടാ, നീ വീണ്ടും കിടന്നാ? എടാ, ഒന്ന് എണീക്കടാ. എടാ, ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നടന്നു പോണെന്ന് വല്ല ബോധം ഉണ്ടോ നിനക്ക്? ഈ മാസത്തെ സാധനങ്ങൾ തീരാറായി. ഇനി അടുത്ത് നീ ചായ ചോദിക്കുമ്പോഴേ ഞാൻ വല്ല ഉമിക്കിരിട്ട് ചായ ഉണ്ടാക്കി തരും. അപ്പൊ പല്ലേപ്പും ചായ കൂടി ഒരുമിച്ചാക്കല്ല? നല്ല ചളി, കൊള്ളാം. എന്തെങ്കിലും പറഞ്ഞ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. എടാ, എന്റെ പൊന്നു മോനെ, ഒന്ന് എണീറ്റ് റെഡിയാവ നീ. എനിക്കൊന്നും വയ്യ, നീ പോയേ. എടാ, കഴിഞ്ഞ മാസത്തെ ചെലവ് ഇവിടെ നടന്നു പോയത് അച്ഛന്റെ പെൻഷൻ കാശ് കൊണ്ടാണ്. അപ്പൊ ഈ മാസം പെൻഷൻ ഇല്ലേ? അതെ, പട്ടിണി കിടക്കാൻ പറഞ്ഞു, പക്ഷെ തെണ്ടാൻ പറയരുത്. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? പറ്റിപ്പോയില്ലേ? എടി, എനിക്ക് നിന്റെ കൂടെ വരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു 1.5 കാലം വെച്ച് ഞാൻ നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിനക്കത് വീണ്ടും ഒരു ബുദ്ധിമുട്ടാവത്തല്ലേ ഉള്ളൂ? എടാ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. നിനക്ക് ഈ കാലില്ലെങ്കിൽ എന്തടാ? കല്ലൂരെ നിൽക്കുന്ന ഒരു ഭാര്യയില്ലേ, അത് പോരെ? ആ മതി മതി, നിർത്ത് എന്റെ ഓവർ ആക്ടിങ്. ഇതാ 9 മണിക്കാണ് ഇന്റർവ്യൂ ഇടാ. കിട്ടിയ നല്ല കിടിലൻ ചാൻസ് ആണ്ടാ, ഒന്ന് വാടാ. ഓക്കെ ബാ. ഗുഡ് മോർണിംഗ്. ചായയൊക്കെ കുടിച്ചിരിക്കുകയാണല്ലേ? ചിരി തൂകും പെണ്ണിവളോ മനമിതിൽ ഒളിക്കണ്ണുകളാൽ കനവെഴുതും മാറിവളോ ഈ കാറ്റിൽ ഇതളുകളായി നാം തീരം തേടും മിഴിയാലെ തീരാമോഹം വീശും തെന്നലോ ഇവളൻ കൺകളോ കാണാ തിങ്കളോ എന്താ? അവനൊരു കുറവുള്ളവനാണ്. ആ കുറവ് മോൾക്കൊരു കുറച്ചിലായിട്ട് തോന്നുമോ? എനിക്കൊരു കാലില്ലായിരുന്നു, നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ കാലൊക്കെ ഉള്ള അടിപൊളി പെങ്കച്ചിനെ കെട്ടി സുഖമായിട്ട് അങ്ങ് ജീവിക്കും. അടുത്ത കാല് പോകാൻ സമയമായി. ഞാൻ നോക്കിക്കോളാം. പോയിട്ട് നമ്മള് ഗൗരി, ക്വാളിഫിക്കേഷനൊക്കെ ബെറ്റർ ആണല്ലോ. ഇതുവരെ എവിടെയും ജോലിക്ക് ട്രൈ ചെയ്തില്ല? ഒരുപാട് ട്രൈ ചെയ്തിരുന്നു സർ. ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ഗൗരിക്ക് ജോലി കിട്ടിയില്ലെന്നോ? അത് കൊള്ളാം. അല്ല സർ, ഞാൻ എവിടെ പോയാലും എല്ലാവരും എക്സ്പീരിയൻസ് വേണം എന്നൊക്കെ പറയും. ഗൗരി, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. എക്സ്പീരിയൻസ് അത് മെയിനാണ്. സർ, നിങ്ങളെ പോലുള്ള ഒരു ജോലി തന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. ശരിയാ 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 ശരിയാ. ഗൗരി പറഞ്ഞു നിർത്തിയത് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് കമ്പനി നോക്കുന്നതും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫിനെയാണ്. അപ്പോൾ ഗൗരി വേറെ നോക്കുന്നതായിരിക്കും ബെറ്റർ. സർ സർ അങ്ങനെ പറയല്ലേ, ഞാൻ ഭയങ്കര പ്രതീക്ഷയിലാണ് വന്നത്. അത് ഞാനിപ്പോൾ സർ, എൻ്റെ വീട്ടിലൊക്കെ കുറച്ച് പ്രശ്നമാണ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡിസേബിൾഡ് ആണ് സർ. എനിക്ക് ഈ ജോബാണ് എൻ്റെ ലാസ്റ്റ് ഹോപ്പ്. ഗൗരി, നമുക്ക് ശരിയാക്കാം. ഗൗരി ഇരുന്നോ, ഒരു കുഴപ്പമില്ല. ജോലിയൊക്കെ നമുക്ക് റെഡിയാക്കാം. സർ സർ വേണ്ട, കുഴപ്പമില്ല. ഗൗരി ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. ഗൗരി, ഞാനൊന്ന് പറയട്ടെ.
ഗൗരി പേനിക്കാവാതെ ഗൗരി ഇരിക്കി. ഇവിടെ ഇപ്പോൾ എന്ത് നടന്നാലും നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒരു തവണ ആരും ഒന്നും അറിയില്ല. ഗൗരി നമുക്ക് എല്ലാം റെഡിയാക്കാം. ഒരേ ഒരു തവണ ജോലിയോ പ്രമോഷനോ എന്ത് വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം. മാസ്റ്റർ എടാ, എല്ലാ പെമ്പിളരൊന്നേ കിടന്നു കൊടുത്തിട്ടല്ല ജോലി മേടിക്കണം. പോട്ടാടാ, പോവാം. എന്തായി? ഫിനിഷ്. അപ്പൊ പോവല്ലേ? ഓക്കെ, അപ്പൊ വീട്ടില് പോയല്ലേ? ഇല്ല, ഒരു ചായ കുടിച്ചിട്ട് പോ. നിന്റെ തന്തയെടുത്ത് കാണിക്കുന്ന സ്വഭാവം നീ ഇവിടെ കാണിക്കലും. അവളെ തന്ത എന്റെ മാമനല്ലടാ. മാമൻ അയാളാണെങ്കിൽ നാറിയാണ്, ഇവളാണെങ്കിൽ പരനാറിയാണ്. പിന്നെ നിന്റെ ചാട്ടവും ചവിട്ടൊക്കെ ഉണ്ടല്ലോ, അത് നീ അങ്ങ് കയ്യിൽ വെച്ചിരുന്നാ മതി. ചവിട്ട് കാലിലല്ലേ? ഒരടിയുടെ കൊടുക്കായിരുന്നു. ഞാൻ ഒരടി കടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ പെണ്ണായി പോയി. അരന്താ